ഹലോ, നല്ല സ്വീറ്റും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ബനാന സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിന് മുകളിൽ പഴം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. വീണ്ടും അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. പഴം വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിനെ വീണ്ടും ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം ഈ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റായി വരും. അപ്പം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണേ. ബട്ടറിൽ കിടന്നിട്ട് ബ്രെഡിന്റെ കളറൊക്കെ മാറി നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി 1/4 കപ്പ് അളവിൽ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലൊക്കെ ബ്രെഡിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ബ്രെഡ് നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ കഴിക്കാവുന്നതാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഒരു 1 അവർ ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം. എന്തായാലും നല്ലൊരു അടിപൊളി ഐറ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.